എടുക്കടാ. എൻ്റെ അടാ നിക്കടാ, അതുകൊണ്ട് ഓടലടാ. അങ്ങനെ മറ്റൊരു സ്ലിംഗ് ഷോട്ടിൻ്റെ പരിപാടിയായിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കാണ്. മറ്റൊരു എപ്പിസോഡ് എന്നൊക്കെ പറയാം. ഞങ്ങൾ വീണ്ടും ഇറങ്ങി. അപ്പോൾ അവൻ താഴെ നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അവിടെ പോയാൽ ഒത്തിരി ഒച്ചയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അവൻ എന്നോട് വണ്ടി മാറ്റി വേറൊരു സ്ഥലത്തോട്ട് ഇടാൻ പറയും. നമുക്ക് നോക്കാം ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നോക്കാം. കുറേ നാൾ കൂടി ഞങ്ങളിപ്പം ഒരു മീൻ പിടുത്തം നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ശ്രമിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇവൻ ഞാനില്ലാത്ത സമയത്ത് തന്നെ പോയി മീൻ പിടിക്കുന്നു. തന്നെ പോയി ഞാനില്ലാത്തപ്പോൾ ഇവന് മീൻ കിട്ടുന്നുണ്ടെന്നുള്ള എൻ്റെ സംഭവം. ഇപ്പം ഞാനുള്ളപ്പോൾ ഈ ചെറിയ മീനെ മാത്രം ഇവൻ അടിച്ച് കയറ്റുന്നുള്ളൂ. നമുക്കിന്ന് എന്തായാലും നോക്കാം. അപ്പം ഇന്നെന്തായാലും കൂടിനെ കിട്ടാൻ വേണ്ടി, കാരണം ഇവൻ്റെ സ്കില്ലെന്ന് പറയുന്നത് നല്ല സ്ലിംഗ് ഷോട്ട് അടിക്കാൻ ഇവൻ മാരക ടീമാണ്. അപ്പം ഇന്നെന്തായാലും ഒരു വലിയ മീനെ കിട്ടണം, ഞങ്ങളത് പിടിക്കും. ഇതിനുശേഷം ഞങ്ങളുടെ ഒരു മറ്റൊരു മീൻ പിടുത്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു കാലാവസ്ഥ നമുക്ക് ഇതിനകത്തുള്ളൂ. ഡാമിൽ നമ്മുടെ സാധാരണ വരുന്ന പോലെ അല്ലേ, നല്ല തുണിയൊരു കാലാവസ്ഥ. കിട്ടാനാണെങ്കിൽ ഇന്ന് കിട്ടും. ഞാൻ അവനെ കാണിച്ചു തരാം. എന്നാൽ താഴെ നിൽപ്പുണ്ട്. വണ്ടിയിൽ നിന്ന് അവൻ നേരത്തെ തന്നെ ചാടി ഇറങ്ങിപ്പോയി. കിട്ടാനാണെങ്കിൽ ഇന്ന് കിട്ടും. പക്ഷെ നോക്കുന്നുണ്ട്, അതെ സ്പീഡ് കൂടിപ്പോയി. പെതുക്കെ നടക്കാനാണ് അവൻ പറയുന്നത്. ഞാൻ നടക്കുന്നതും കൂടി എടുക്കേണ്ടത്. സിലോപ്പിയനെ അടിച്ചിട്ടുണ്ട്. ചെറിയ മീനാണ്. നേരെ നോക്കിയില്ല, ഒരു കിലോ അടുത്ത്. വലിയ മീനോ? ഇവിടെ നിന്നാണ് അടിച്ചേ. അപ്പോൾ ആദ്യത്തെ ഇത് നമ്മൾ വരുന്നിടത്തുനിന്നോ? ഓക്കെ. 250 രൂപ മറ്റേ ചെറിയൊരു സിലോപ്പിയ. എല്ലാ ദിവസവും ഇതാണ് പരിപാടി. ഒരു ഗോൾഡിനെ അടിക്കണമെന്നാണ് ആഗ്രഹം. നടക്കും. ഇപ്പം ഞാൻ അവൻ പെട്ടക്കലട കുട്ട എൻ്റെ കൈ അങ്ങായിരുന്നോടാ. ഗോൾഡാണോടാ? ഗ്രാസ് മോനെ പിന്നാണോടാ? എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സാധനത്തിൽ അടിച്ച് കയറ്റു എന്ന് പറഞ്ഞിട്ട് എടുക്കടാ. ഇറങ്ങാടാ. എൻ്റെ മോൻ എത്ര കിലോണോടാ? ഇറക്കുറേ 1 കിലോ അറിയത്തുള്ളൂ. അതെ ചേട്ടാ ഒത്തിനാരോ ആണല്ലേ? ശേ ഇവിടെ വച്ചേ വന്നപ്പോൾ കണ്ടൊരു ചേട്ടനാട്ടോ. അതെ ചേട്ടൻ ചോദിച്ചായിരുന്നു കച്ചി അടിച്ചു. നിക്കടാ, അതുകൊണ്ട് ഓടലടാ. കുറേ നേരത്തെ ഞങ്ങളുടെ പരിശ്രമമാണ് എൻ്റെ മോനെ. ഒച്ച വെക്കാതെ നടന്നു എൻ്റെ അട മോനെ. എടാ ഊരി പോയാൻ തുടങ്ങിയായിരുന്നോടാ. ഗ്രാസ് കാർപ്പ് 2.5 കിലോ 3 കിലോ ഉണ്ട്.
കറക്റ്റ് തൂക്കം ഞങ്ങൾ വൈകിട്ട് തൂക്കിയിട്ട് പറയാം. ഇത്രയും നേരം ഞാൻ അതൊക്കെ പറയട്ടെ. മണിക്കൂർ ഏറെക്കുറെ 1.5-2 മണിക്കൂർ അല്ലേ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഇവൻ്റെ കൂടെ നടക്കുമ്പോഴൊന്നും എനിക്കൊരു വലിയ മീൻ ഇവൻ്റെ കൂടെ കിട്ടുന്നില്ല. കാരണം ആ സമയത്തെല്ലാം കിട്ടുന്ന ചെറിയ മീൻ. അപ്പോൾ ആ വിഷമം എൻ്റെ അങ്ങ് മാറി. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാനും കൂടെ നടന്നാൽ വലിയ മീനെ കിട്ടുമെന്ന് ലജ്ജിനും ഉറപ്പായി. കാരണം പോസിബിലിറ്റി ഭയങ്കര കൂടുതൽ. അവൻ പറയുന്നത് എന്നാ ചോദിച്ചാൽ കാലാവസ്ഥ ഈ മൂടിയ കാലാവസ്ഥയല്ല, അത്യാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ മീൻ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അപ്പം ആ രീതിയിൽ കിട്ടിയതാണ്. അതെ മോനെ ലജ്ജ അടിച്ച് കയറ്റിയ സാധനമുണ്ട്. മോനെ കാണിച്ചേരണാ. ഞങ്ങളെ 2.5 മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ അതെ അവൻ്റെ ജീവിതത്തിലെ 6ാമത്തെ ഗ്രാസാണെന്ന് അവൻ പറയുന്നത്. ഈ ഗ്രാസ് കാർപ്പിന് ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചട്ടി കയറുന്നതിന് മുമ്പ് ഇവന് വീഡിയോ എടുക്കാനുള്ള ഭാഗ്യം ഈ ഗ്രാസ് കാർപ്പിന് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ഒരു കിട്ടിയ വലിയ മീനാണ്. അപ്പോൾ അതിന് മുമ്പ് കിട്ടിയൊരു സിലോപ്പി ഉണ്ട്. അവിടെ ഒരു ചേട്ടൻ ഇതിന് ചേട്ടൻ ഞങ്ങൾക്ക് ചെറിയ സഹായമൊക്കെ ചെയ്തു. ആ സഹായം കാണിക്കുന്നില്ല, മോശമാണ്. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ ആ സന്തോഷത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈ സിലോപ്പിയനെ ആദ്യം കിട്ടിയില്ലേ, ആ സിലോപ്പിയനെ ലജ്ജിൻ്റെ അനുഭവത്തോടു കൂടെ കൊടുക്കുകയാണ്. ഇതും ഒരിക്കലാ കൊടുക്കട്ടാ. ചെറുതാ ആ പുള്ളി ചൂണ്ടിട്ടിരുന്ന കടവില്ല. അപ്പം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കൊണ്ട് വറക്കാമെന്നൊക്കെ ഓർത്താ. പക്ഷേ പുള്ളിയുടെ നിപ്പും ഭാവം കണ്ടപ്പോൾ ഒരു സങ്കടം. പുള്ളിക്ക് കൊടുക്കാം. ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ചേട്ടാ ഞങ്ങൾക്ക് ആദ്യം അടിച്ച് കിട്ടിയ സാധനമാണ്. ചേട്ടൻ വന്ന് ചൂണ്ടിടുമായിരുന്നു. അപ്പം ആദ്യം അടിച്ച് കിട്ടിയ ആണോ? ആദ്യം അടിച്ച് ഞങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് ചേട്ടൻ്റെ മുഖവും വീഡിയോ വരുവേ. കുഴപ്പമുണ്ടോ? ആദ്യം ഞങ്ങൾക്ക് കിട്ടിയൊരു സന്തോഷം. അപ്പോൾ അത് കണ്ടപ്പോൾ അവനൊരു സങ്കടം. അപ്പോൾ അവൻ പറഞ്ഞാടാ അതിനെ ഒന്ന് കൊടുത്തേക്കാൻ പോകും. എല്ലാവരും എന്നെ അപ്പോൾ ഓക്കെ, താങ്ക് യു. പോയോടാ ചെറിയ മീനിനെയൊക്കെ നോക്കി നിൽക്കും. ഇപ്പം കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അത്യാവശ്യം മുഴുത്തിറങ്ങുന്നതിനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞു മീനുകളോടൊക്കെ ഇപ്പോൾ അവന് പ്രത്യേക സ്നേഹമുണ്ട്. ഇതിനെ കണ്ടപ്പെടത്തില്ല കേട്ടോ. എങ്ങാനും കിട്ടാതിരുന്നായിരുന്നെങ്കിൽ മറ്റേ നെറ്റിയെ പൊട്ടനിട്ട് ഓരോവനടിക്കും. ഇമ്മാതിരി ടീമാണ്. ഈ സ്ഥലത്ത് ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലിംഗ് ഷോട്ടിനെ കുറിച്ചുള്ള കുറേ വിവരങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാം എന്താണ്, അല്ല മീൻ പിടിക്കുന്നവർക്കൊക്കെ അറിയാം സ്ലിംഗ് ഷോട്ട് എന്താണ്. ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സ്ലിംഗ് ഷോട്ട് എന്താണെന്ന്. ആധികാരികമായ വലിയ സംഭവമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് ഞാൻ സ്ലിംഗ് ഷോട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ രീതി എങ്ങനെയായിട്ടുള്ളത്. ഓക്കേ.